ഞാനിന്ന് റേറും യുണീക്കും ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോവാണ്. ലൈക്ക് ദിസ് റെസ്റ്റോറന്റ് which is inside a freaking aeroplane. Oh my god, ഇത് ശരിക്കും ഫ്ലൈറ്റ് തന്നെ ഇത്. And another restaurant where trains serves us the food and also a restaurant where there is a literal waterfall inside. പക്ഷേ ഇവിടെയൊക്കെ പോകുന്നതിന് മുന്നേ let's start with a cave restaurant. Oh my god, എടാ ഇത് ശരിക്കും ഇത് പഴയ കാലത്ത് ഗുഹയിലെത്തിയ പോലെ ഉണ്ടല്ലേ. ഒറ്റ നോട്ടത്തിൽ തന്നെ കേവ് റെസ്റ്റോറന്റ് നമ്മളെ ഇംപ്രസ് ചെയ്ത് കാണല്ലേ. തള്ളി നിൽക്കുന്ന കല്ലൊക്കെ ആയിട്ടുള്ള ചുമരുകളും മേൽക്കൂരയും ഇരുണ്ട് നിൽക്കുന്ന എൻവയറമെന്റും ചെറിയ മഞ്ഞ ബൾബുകളും കുറെ ഗെയിമിലും സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലും കണ്ട പോലെ പഴയ കാലത്തെ കുറെ പ്രതിമകളും ശരിക്കും നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് 1000 വർഷം ബാക്കോട്ട് പോയ പോലെ തോന്നി. സംഭവം ഫൈബർ ആണെങ്കിലും സാധനം അടിപൊളി. നമ്മളാ പാലെടുത്ത കേജിലെ ആ ഒരു സമയത്ത് എത്തിപ്പോയ ഒരു ഫീൽ. ഒന്നും പ്രതീക്ഷിക്കാണ്ട വന്നത് എടുത്തു വരേണ്ട എന്താ ഗുഹ മാത്രല്ല ഇവിടുത്തെ വെയിറ്റർമാര് സെർവ് ചെയ്യുന്ന ആൾക്കാരെ യൂണിഫോം തന്നെ വേറെ തന്നെ ഒരു സംഭവം. ഇവൻ പറഞ്ഞ പോലെ വെറൊരു ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് മാത്രമല്ല ഇവിടെ വെയിറ്റേഴ്സിന് കാട്ടുവെള്ളക്കാരുടെ യൂണിഫോം കൊടുത്തത് മുതൽ പുലിത്തോല് കൊണ്ടുണ്ടാക്കിയ പോലത്തെ സോഫ കവേഴ്സും പഴയ കാലത്തെ ഗ്ലാസും വെറൈറ്റി പ്ലേറ്റും മെനുവും എല്ലാം കൊണ്ട് ഇവര് നമ്മളൊരു കാട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോകും. സംഭവമൊക്കെ അടിപൊളി. ഇനി അടുത്ത ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെ നമുക്ക് മറ്റേ കാട്ടുകള്ളൻ വീരപ്പന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ചങ്ങായി ബിരിയാണി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ട് നല്ല അടിപൊളി ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. 10 ഒരു 8 ഞാൻ കൊടുക്കുന്നുണ്ട്. ഫുഡിൽ വലിയ മസാലയും കാര്യമൊന്നുമില്ല. ഒരു ചിക്കനും റൈസും. പക്ഷെ സാധനം സെറ്റാണ്. 10 ഒരു 9 തന്നെ കൊടുക്കും. ഇവിടുത്തെ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫുഡ് എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടമായില്ല. നമ്മൾ രണ്ടും കൂടിയിട്ടാണല്ലോ മാർക്കൊടുക്കുന്നത്. സോ ഐ വിൽ ഗിവ് ഇറ്റ് 7. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളൊരു യുണീക്ക് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് അവിടുത്തെ ആംബിയൻസും ഫുഡും ഒക്കെ കൂടി മൊത്തത്തിൽ റേറ്റ് ചെയ്യുന്നതായിരിക്കും. കേവ് റെസ്റ്റോറന്റിന്റെ കയ്യിലാണ് തൽക്കാലം ട്രോഫി ഉള്ളത്. പക്ഷെ ഇനിയും 4 റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് പോകാനുണ്ട്. കാട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റോമൻ സാമ്രാജ്യത്തിലേക്കാണ്. ഈ ഒരു റെസ്റ്റോറന്റിന്റെ പേര് ഗ്ലാഡിയ എന്നാണ്. ഞാൻ റിയലി എക്സൈറ്റഡ് ആണ്. ഗ്ലാഡിയേറ്റേഴ്സിന്റെ കുപ്പായിലിട്ടിട്ട് ഒരു വന്നിട്ട് നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ശരിക്കും നമ്മളൊരു റോമൻ എംപയറിൽ എത്തിയ പോലെ ഉണ്ടാവും. അങ്ങനെയല്ലാണ് ജെർസൺ പറഞ്ഞിട്ടുള്ളത്. കുറെ ഡയലോഗ് അടിച്ചിട്ട് നമുക്ക് നോക്കാം അത് തന്നെയാണോ സെറ്റപ്പ് എന്ന്. ഡോറ് തുറന്ന് ഉള്ളിൽ കയറിയതും എന്റെ മൈൻഡിലേക്ക് ആദ്യം ഓടി വന്നത് ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ആദ്യം ഒരു ഗ്രാൻഡ് സെറ്റപ്പ്. പിന്നെ റോമൻ തീമിലെ സാധനം ചെയ്തു. പക്ഷേ ആ റോമൊന്നും കാണാത്തോണ്ട് എനിക്ക് പ്രോസസ്ഡ് ആയിട്ട് തോന്നുന്ന ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ഈ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടില്ലല്ലോ. ഇതൊന്നും കണ്ടിട്ടില്ല. ശരിക്കും ഗെയിം ഓഫ് ത്രോൺസിൽ കിങ്സ് ലാൻഡിങ്ങിൽ ഉള്ള അതേപോലെ ഉണ്ട്. അവിടെ പക്ഷെ ഇങ്ങനെ മാലാകിയൊന്നുമില്ല. ഇവിടെയൊന്നും കാണാത്ത പഴയ കാലത്തെ കല്ലുകളും വലിയ വലിയ പ്രതിമകളും ആംബിയൻ ലൈറ്റിങ്ങും ഇതെല്ലാം കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് ആ ഇംപ്രഷൻ മൊത്തം കളയാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാണ്ട് ഒരു പണി കിട്ടിയത്. സന്തോഷം വാർത്തയുണ്ട്. ഗ്ലാഡിയേറ്റേഴ്സ് ഓൺലി ഇൻ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ആൻഡ് ഫ്രൈഡേ. സോറി ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ. ഗ്ലാഡിയേറ്ററിന്റെ ഡ്രസ് ഇട്ടിട്ട് ആൾക്കാരായിരിക്കും നമുക്ക് സെറമണിയാണ് ജെർസൺ ഡയലോഗ് അടിച്ചത്. ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവര് പറഞ്ഞത് നൈറ്റ് 7 തൊട്ട് 11 വരെ ഗ്ലാഡിയേറ്റർ ഉണ്ടാവുക. അതാ ഈ സമയം ബുക്ക് ചെയ്തത്. പൈസ ഗ്ലാഡിയേറ്റർ ഒന്നും ഇല്ല. ഇവിടുത്തെ യുണീക്നെസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി എന്തായാലും അടുത്ത ഫുഡിന്റെ കാര്യം നോക്കാം. ഞങ്ങൾക്ക് എടുത്ത മൊത്തം സംഭവം പാളിപ്പോയി. ഈ ഫുഡിന്റെ കാര്യം കൂടെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ നോക്കട്ടെ. അടിപൊളി. എന്താ മോനെ സൂപ്പർ. നല്ല പറയാനൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ നമ്മളെ ചായപ്പേടിയിലെല്ലാം കിട്ടൂലേ ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ അതുപോലെ ഉണ്ട്. ചിക്കൻ കഷ്ണം ഒരു കത്തിരിയും. ചെറിയ സൈസ് നോർമൽ 10 ഒരു 5 8 തന്നെ കൊടുക്കാം. ഓൻ എന്ത് കണ്ടിട്ട് 8 കൊടുത്തത് എനിക്കറിയില്ല കേട്ടാ. ആംബിയൻസ് എല്ലാം അടിപൊളി. പക്ഷെ ഇവര് നമ്മളെ പറഞ്ഞു പറ്റിച്ച്. ആംബിയൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ 4 കൊടുക്കുകയാണ് ഗൈസ്. 50 രൂപേന്റെ ബർഗറിന് എക്സ്ട്രാ മാർക്കൊന്നും ഇല്ല. റോമൻ റെസ്റ്റോറന്റ് വാസ് എ കംപ്ലീറ്റ് ഡിസപ്പോയിന്റ്മെന്റ്. അടുത്ത നമ്മൾ പോകുന്നത് ട്രെയിൻ റെസ്റ്റോറന്റിലേക്കാണ്. അവിടെ എന്താ അവസ്ഥ നോക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം 65. വേറെ വരുമ്പോൾ തന്നെ എനിക്ക് തീം കാണാൻ പറ്റും ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ പുറത്തൊരു ട്രെയിനിന്റെ സംഭവമല്ല. ഈ റെസ്റ്റോറന്റ് ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്. ചുമരിലെ എഞ്ചിന്റെയും ബോഗിന്റെയും ഡിസൈൻസ് മുതൽ ഇരിക്കുന്ന സീറ്റ് വരെ ട്രെയിൻ റിലേറ്റഡ് ആണ്. ഈ റെസ്റ്റോറന്റിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വർക്ക് ചെയ്യുന്ന റെയിൽവേ പാളങ്ങളാണ്. ഓരോ മേശയും ഓരോ സ്റ്റേഷനും. പക്ഷെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അത് വേറെ ലെവലൊരു സംഭവമാണ്. നമ്മളിപ്പം ഇതറിയിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഹോട്ടലിന്റെ യൂണീക്നെസ് എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ എന്ത് ഫുഡ് ഓർഡർ ചെയ്താലും ആ ഫുഡ് വരുന്നത് ഒരു ട്രെയിനിലായിരിക്കും. അങ്ങോട്ട് അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അല്ല എക്സ്പെക്ട് ചെയ്തിനോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് കൂളായിട്ട് തോന്നിയ സംഭവം വെറൈറ്റി ആയിരിക്കും. ഞാൻ നല്ല എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വരട്ടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്നിട്ട് നോക്കാം എക്സ്പെക്ടേഷൻസിന് അത്ര ഉണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ഗിമിക്ക് മാത്രമാണോ ഇത്. സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് അധിക നേരം ഒന്നും കാത്തിക്കണ്ടെന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദാ ചൂളവും വിളിച്ചോണ്ടൊരു സാധനം വരുന്നത്. ഏറ്റവും പോലെ
സാധനം വന്നിട്ട് ആ ട്രെയിനിൽ തന്നെ വന്ന് സെറ്റപ്പ് ട്രെയിന് ബിരിയാണി വിളമ്പി തന്നതും കൂടെ ട്രെയിനായെങ്കിൽ അടിപൊളിയായിരുന്നു. വല്ല ട്രാൻസ്ഫോമേഴ്സ് പോലെല്ലാം മാറിയിട്ട് വിളമ്പി തന്നതിനെങ്കിൽ ഭയങ്കര സംഭവമാണെന്നല്ല, ആദ്യം കാണാൻ സമയത്ത് ഒരു ഇച്ചിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ സംഭവമല്ല, ഇനിയിപ്പോ ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കാം. അന്ന് ഞാൻ തന്ന ഹൈദരാബാദി ബിരിയാണി കാട്ടി ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ഒസന്റിക് ഹൈദരാബാദി ബിരിയാണി. അല്ല അതെനിക്കറിയില്ല, പക്ഷെ ഇതാ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ബിരിയാണി കാട്ടി എനിക്ക് ഭയങ്കര സംഭവം ഇഷ്ടമായി. അതിൽ വിറ്റ് 8 out of 10. ഇത് സാധനം കേട്ടോ, അടിപൊളിയാ. 10-9 ഞാൻ കൊടുക്കും. നമ്മള് കുറച്ചുകൂടി പ്രായം കുറവാണെങ്കിൽ ഇത് വേറെ ലെവലായിട്ട് നമ്മൾ പറയുന്നു, പക്ഷെ 9 കൊടുക്കും 10. 26 പോയിന്റ് ആയിട്ട് ട്രെയിൻ റെസ്റ്റോറന്റ് ഇപ്പോൾ ട്രോഫി കൈവശാക്കിയിട്ടുണ്ട്. പക്ഷെ അടുത്ത നമ്മൾ പോകുന്നത് ഒരു 1.5 സ്ഥലത്തേക്കാണ് മോനെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ യുണീക്നെസ് ഒന്നും തോന്നൂല, പൈസക്കാർ ഹോട്ടൽ പോലെ തോന്നുള്ളൂ. സംഭവം പൈസക്കാർ ഹോട്ടൽ തന്നെയാണ്, പക്ഷെ അതല്ല ഇതിനെ യുണീക്ക് ആക്കുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള സംഭവമാണ്. ഉള്ളിലൊന്നും പറയുന്നില്ല ഗൈസ്, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാണാം. ആ ഡോറും തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ശരിക്കും വല്ല ബാലിൽ എത്തിയ പോലെ എനിക്ക് തോന്നിയത്. അവിടുത്തെ ചെടികളും വെള്ളവും ലൈറ്റും, ഞാൻ റീൽസിലെല്ലാം കണ്ട ബാലി ശരിക്കും ഇതേപോലെ തന്നെയാണ്. ഇതിപ്പം നമ്മളിത് എവിടെയാന്ന് ചോദിച്ചാൽ ചിലപ്പം ബാലിയോ ഇറ്റലിയോ, എനിക്കെന്താ തോന്നിയത് എവിടെയാണോ തോന്നുന്നത്, കറങ്ങി കളിക്കാൻ വള്ളത്തില് മീനും പുകയും ഫുള്ള് സെറ്റപ്പാണ് കൈസ്. പിന്നെ വെള്ളച്ചാട്ടം എവിടെയുണ്ട്, പക്ഷെ ഇപ്പൊ ഈ നാട്ടിൽ ഇത് എവിടെയാണെന്ന് തിരിയുന്നില്ല. ഇതൊരു നാട് പോലെ തന്നെ ഉണ്ട്. എന്തായാലും ഞാൻ കാണിച്ചില്ല കൈസ് വെള്ളച്ചാട്ടല്ലോ. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ആടി ഇരിക്ക പുറത്ത് കിട്ടിയില്ല കൈസ്. ഞാൻ മൊത്തം റെസ്റ്റോറന്റ് ചുറ്റി നടന്ന് കണ്ട് പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി ഫ്രെയിംസ്, നമ്മൾ പോയതാണെങ്കിൽ സന്ധ്യാസമയം ലൈറ്റ് എല്ലാം ഇട്ട് വരുമ്പോ തന്നെ വേറെ ലെവൽ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ തപ്പിക്കൊണ്ടിരുന്ന വെള്ളച്ചാട്ടവും കണ്ടുപിടിച്ച് കൈസ്. നേരത്തെ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം വരും. വെള്ളച്ചാട്ടം വന്നതാ നാടല്ല, ഇത് ശരിക്കും നാടും കാടെല്ലാം ചേർന്ന സെറ്റപ്പാണ്. ഇവിടെ ഒരു ടേബിൾ വേണമല്ലേ, ഇവിടെ ഒരു ടേബിളിന്റെ ഈട് ഇട്ടിരിക്കുക. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു വെള്ളത്തിന്റെ സൈഡിൽ ഒരു ടേബിളിൽ പോയിരുന്നത്. സംഭവം സെറ്റപ്പ് മാത്രമാണോ അല്ലെ ഫുഡും ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഫ്രൈഡ് റൈസ് ആണോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഈറ്റിംഗ് എ ഫ്രൈഡ് റൈസ്. പൊറോട്ടയും ബിരിയാണി മാത്രമാണ് ഞാൻ ഇതുവരെ തിന്നോണ്ടുന്നത്. എനിക്ക് വിലങ്ങനെ ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞാനല്ലല്ലോ ഫുഡിന്റെ എക്സ്പേർട്ട്, ഇവരണ്ടാളല്ലേ ഓരോ അറിയും. സാധാരണ നോർമൽ ഫ്രൈഡ് റൈസ് ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ വൈബ് അത് ഔട്ട് ഓഫ് ദ വേൾഡ്, അടിപൊളി ഗംഭീരം. ഒന്നും പറയാൻ അപ്പുറമൊന്നും ഇല്ല പറയാൻ. 10-10 കൊടുക്കണ്ടേ. ഇവിടെ ഫുഡായാലും വൈബായാലും അടിപൊളി. ഒരു 10-10 തന്നെ കൊടുക്കും. അത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. 10 out of 10. With that guys, ഈ ഒരു റെസ്റ്റോറന്റ് now has a perfect score. ഇതിനെ പൊട്ടിക്കാൻ ഇനി ആർക്കും പറ്റും തോന്നില്ല. ബട്ട് അടുത്ത നമ്മളെ പോകുന്ന റെസ്റ്റോറന്റ് എയറോപ്ലെയിന്റെ ഉള്ളിലുള്ള റെസ്റ്റോറന്റ് ആണ്. നമ്മളങ്ങനെ 4 യൂണിക് റെസ്റ്റോറന്റ്സ് പോയിട്ട് നമ്മളെ മോസ്റ്റ് യൂണിക് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്, എയർപ്ലെയിൻ റെസ്റ്റോറന്റ്. ആ വീഡിയോ ഫോട്ടോ എല്ലാം കണ്ടപ്പോൾ ഇത്രയും വലിയൊരു എയർപ്ലെയിൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ സാധനം അത്യാവശ്യം വണ്ണുണ്ട്. ഉള്ളിലും പുറത്ത് കാണുന്ന പോലെ തന്നെ ശരിക്കും എയർപ്ലെയിൻ പോലെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ ഗൈസ്, ഉള്ളിൽ ഇതേപോലെ തന്നെയാണോ നോക്കാം. പക്ഷെ ഉള്ളിലേക്ക് അങ്ങനെ ചാടി പിടിച്ച് പോകാനൊന്നും പറ്റൂല. ശരിക്കും ഫ്ലൈറ്റിൽ കയറുന്ന പോലെ ബോർഡിംഗ് പാസിൽ എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. 100 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഫുഡ് കഴിക്കാൻ. സംഭവം റിയലിസ്റ്റിക് ആണ്, പക്ഷേ ഇങ്ങനെ റിയലിസ്റ്റിക് ആണ്. വെറുതെ ഒരു ടിക്കറ്റ് വെച്ച് നന്നാ വയ്യായിരുന്നു. നമ്മള് സാധനം എടുത്തേട്ടാ 300 രൂപ എടുത്തിട്ട് ബോർഡിംഗ് പാസിൽ എടുത്ത് 300 രൂപ എടുത്തിട്ട് ഉള്ളില് നല്ല ആയിട്ടില്ലെങ്കിൽ പൈസ പോയി കേട്ടാ. ഉള്ളില് വെറും ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് മാത്രമായിരിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ സ്റ്റെപ്പ് എല്ലാം കയറി പോകുമ്പോൾ തന്നെ ശരിക്കും ഒരു ഫ്ലൈറ്റിൽ കയറുന്ന ഫീൽ ഉണ്ട്. അത് മാത്രല്ല ഡോറിൽ നമ്മളെ വെൽക്കമിനായിട്ട് എയർ ഹോസ്റ്റേഴ്സ് ഉണ്ട്. ഉള്ളിൽ കയറിയാലാണെങ്കിൽ ശരിക്കും ഒരു ഫ്ലൈറ്റ് കയറിയൊരു ഫീലാണ് കൈസ്. സീറ്റും ലൈറ്റും ഒന്നിലൊരു കുറവില്ല. ആകെ ലഗേജ് വെക്കേണ്ട സാധനം മാത്രം വർക്കാവില്ല, ബാക്കിയെല്ലാം പക്ക ഒരു ഫ്ലൈറ്റിലുള്ള ഡിറ്റോ സംഭവം. നമ്മളങ്ങനെ ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് കയറി. സത്യം പറഞ്ഞാൽ വിചാരിച്ചത് വെറുതെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും, പുറത്ത് മാത്രം അടിപൊളി, ഉള്ളിൽ വലിങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ശരിക്കും ഫ്ലൈറ്റ് ഇങ്ങനെയല്ല, അതേപോലത്തെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടാ. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് ഇതെല്ലാം ശരിക്കും ഉള്ളതാണോന്ന് അറിയില്ല. ഫ്ലൈറ്റ് സെറ്റപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി ഫുഡിന്റെ കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ കൊടുത്ത് അത് വരാടുക്കുന്ന ടൈമിനുള്ളിൽ ഞാൻ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കുമ്പോ അതാ ഫ്ലൈറ്റിലൊക്കെ ശരിക്കുള്ള പോലെ കോക്പിറ്റ് കേസ് റിയൽ ആണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയില്ല, പ്ലെയിൻ മാത്രമേ ഉള്ളൂ. മറ്റേ CID മൂസിയിലെ സലീം കുമാർ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന പോലെ ഉണ്ടാവും കേട്ടാ. ശരിക്കും കേട്ടാ സ്വിറ്റ്സർലൻഡ് ഇടാ കണ്ടാ ഒന്നും നിൽക്കുന്നില്ല. അഥവാ ഇത് പൊന്തിപ്പോയാലോ. എന്റെ കോ പൈലറ്റിനാണെങ്കിൽ ലൈസൻസ് ഉണ്ടോന്ന് പോലും അറിയില്ല. സംഭവം തെറ്റപ്പെട്ട ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, കോക്പിറ്റ് ഉണ്ടാവുന്നത്. കോക്പിറ്റും കൂടെ ആയപ്പോൾ ഫ്ലൈറ്റ് റെസ്റ്റോറന്റിന്റെ എക്സ്പീരിയൻസ് വേറെ ലെവലിലേക്ക് പോയി. ഇനി ഫുഡും കൂടെ അടിപൊളിയായാൽ മതി. ടേസ്റ്റ് ആവശ്യമൊന്നുമില്ല, അടിപൊളി സാധനം സെറ്റാട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു എയറോപ്ലെയിനിൽ കയറിയിട്ടില്ല. വേഗം തന്നെ എയറോപ്ലെയിനിൽ കയറിയിട്ട് ഇതും അതും ഒന്നാണോ എന്ന് നോക്കണം. 10-9 കൊടുക്കാം.
അടിപൊളിയാ, ഒന്നും പറയാനില്ല. 10-9 കൊടുക്കുന്നുണ്ട്. 10 കൊടുക്കും, ഒന്നും കുറവില്ല guys. Even though എല്ലാവർക്കും ഫ്ലൈറ്റ് റെസ്റ്റോറന്റ് ഇഷ്ടപ്പെട്ടെങ്കിലും 2 പോയിന്റിന് ഇറ്റ് ലൂസസ് ടു അവർ ബാലി റെസ്റ്റോറന്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. വീഡിയോക്ക് 50K ലൈക്ക് ആവുകയാണെങ്കിൽ ഇതേപോലെ വേൾഡിലെ മോസ്റ്റ് യുണീക്ക് റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ പോയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു ഫ്ലൈറ്റിലെല്ലാം പോകാന്ന് വിചാരിക്കുന്നത്, പക്ഷേ നിങ്ങൾ ലൈക്ക് അടിക്കുകയാണെങ്കിൽ മാത്രം. സോ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ കണ്ടോ.